തൊഴിലാളി ദിനമായ മെയ് ദിന സന്ദേശം ആറ്റിങ്ങൽ കിഴക്കേ നാലുമുക്കിൽ വെച്ച് INTUC അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീമാൻ അജിത് അവർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാഗതം മണനാട്ട് ശിഹാബ് അവർ നിർവഹിക്കുകയുണ്ടായി. മുഖ്യ പ്രഭാഷണം DCC സെക്രട്ടറി വക്കം സുകുമാരൻ അവർ നിർവഹിച്ചു. പ്രതിജ്ഞാവാചകം ശ്രീരംഗൻ ചൊല്ലിക്കൊണ്ടു. ബഹുമാനപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, ഏകദിനത്തിൻ്റെ ആദ്യ പരിപാടികളിൽ നമ്മുടെ പതാക ഉയർത്തിയാണ് നമ്മുടെ ഏറെ ബഹുമാനായ INTUC ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ VS അജിത്കുമാറാണ് നമ്മുടെ പതാക ഉയർത്തുന്ന അദ്ദേഹത്തെ പതാക ഉയർത്താൻ വേണ്ടി സാധനം. INTUC പതാക വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീമാൻ അജിത് അവർ നിർവഹിക്കുകയുണ്ടായി. ഉദ്ഘാടകൻ INTUCയുടെ ദേശീയ വർക്കിംഗ് ശ്രീമതി ശോഭന കൗൺസിലർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ശ്രീമതി ചന്ദ്രിക, ളക്കാവൂർ മോഹനൻ, വിജയൻ സോമാനം, അൻസാർ പാലാങ്കോളം, ഹേമന്ത് കുമാർ, ഗോപി, ശാസ്ത്രവട്ടം രാജേന്ദ്രൻ, സലീം പാണന്തമുക്ക്, രക്തകുമാർ, തോമസ് ജോസഫ്, പാവം സുരേഷ് ബാബു, ജയപ്രകാശ്, ശ്രീ ജമാൽ തെപ്പിച്ചന്ത, പാലാങ്കോളം, നാസർ പള്ളിമുക്ക്, ശ്രീമതി ജയ വക്കം, ഈഴാറ്റിങ്ങൽ രാജൻ, കേരള ഇലക്ട്രിസിറ്റി യൂണിയൻ ശ്രീ അനിൽ, അതിനോടനുബന്ധിച്ചാണ് തിരുവനന്തപുരം ജില്ലാ ചുവട്ടുകാണി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തും ഈ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കെല്ലാം അതിൽ പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടുത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്, ഏകദിന സന്ദേശം നൽകുന്നത് ശ്രീ VR സുകുമാരൻ അവർകളാണ്. മറ്റ് ഞാൻ നേരത്തെ എല്ലാവരുടെയും പേരുകൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ആ പേരുകൾ ആവർത്തിക്കുന്നില്ല, അതിനുള്ള സമയമില്ല. അതുകൊണ്ട് ഇവിടെയുള്ള മുഴുവൻ നേതാക്കളെയും ഇതിൽ പങ്കെടുക്കാൻ വന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെയും നമ്മുടെ എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കോൺഗ്രസിൻ്റെയും INTUCയുടെയും നേതാക്കന്മാരെ, ജനപ്രതിനിധികളെ, തൊഴിലാളി സുഹൃത്തുക്കളെ,
ഞാൻ ഇന്നത്തെ ദിവസത്തെ പ്രത്യേക കാര്യപത്ര വിഷയം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒട്ടനവധി നേതാക്കളോടെ സംസാരിക്കാനുമുണ്ട്. അപ്പം ഞാൻ കൂടുതലായിട്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും തന്നെ കിടക്കുന്നില്ല. എന്നിരുന്നാലും മെയ്ദിന അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഏതൊരു തൊഴിലാളിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വാഗത ക്ലാസ്സിൽ സൂചിപ്പിച്ച 8 മണിക്കൂർ ജോലി 8 മണിക്കൂർ വിശ്രമം എന്ന ആവശ്യവുമായി മുന്നോട്ട് വരികയും അവരുടെ രക്തവും ജീവനും ബലിയർപ്പിക്കുകയും ചെയ്തതിൻ്റെ ചിക്കാഗോയിൽ നടന്നതാണ് നമുക്കറിയാം 1856. അതിൻ്റെ തൊഴിലാളികളുടെ നേതാവായ ശ്രീ ആറ്റിങ്ങൽ അജിത്, ശ്രീ വർക്കലക്കാർ തുടങ്ങിയ നമുക്ക് നേതൃത്വം നൽകുകയാണ്. അതിനനുസരിച്ച് നമ്മളിവിടെ അറിഞ്ഞ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് റാലിയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. 10 മണിയോടുകൂടി നമുക്ക് തിരുവനന്തപുരത്ത് എത്തേണ്ടതുണ്ട്. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ കിടക്കുന്നില്ല. നമ്മുടെ ഇതിൽ പങ്കെടുത്ത എല്ലാ തൊഴിലാളി നേതാക്കന്മാരെയും സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അടുത്തായിട്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഏറെ ബഹുമാനായ ANTSയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ ആറ്റിങ്ങൽ അജിത് അവരുടെ ഹാർദമായ സ്വാഗതം. DCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീ NR ഘോഷ്, യൂണിറ്റ് താലൂക്ക് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ശ്രീ ശ്രീരംഗൻ, ശ്രീ വഹാബ് കുട്ടിക്കല്ല്, ലീഡർ സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് ശ്രീ മൂർത്തി, ANTSയുടെ സംസ്ഥാന നേതാക്കളായ ശ്രീ സലീം വാഴക്കമുക്ക്, ശ്രീ കടക്കാവ് അശോകൻ, സാർവദേശീയ ശ്രീ ദിനമാണ്. ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീമതി അക്കം ജയ, പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഓരൂപേക ഇവിടുത്തെ ദക്ഷിണേഖലയിലെ നേതാവ് ഹേമന്ത് കുമാർ, ഓർമ്മയുണ്ട്. KSRTC യൂണിറ്റ് കൺവീനർ, നമ്മൾ അതിലെ വേഗോട് വേണ്ടിയാണോ ചിക്കാഗോ യൂണിറ്റിൻ്റെ കൺവീനർ ഭാരവാഹികൾ ഉത്സവങ്ങളെല്ലാം നടത്തിയത്. ശ്രീമതി ചന്ദ്രിക, മുനിസിപ്പൽ കൗൺസിലർ കോളേജുകളിലുമെല്ലാം ശ്രീമതി ശോഭനകുമാരി, അങ്ങനെ നിരവധി നേതാക്കളാണ്. ശ്രീ ചിരപ്പൽ സുരേഷ്, വിജയൻ സോപാനം ഉൾപ്പെടെ വേർഹൗസിൽ നിന്നുള്ള ശ്രീ അഷറഫ് ഉൾപ്പെടെ നിരവധി നേതാക്കളും തൊഴിലാളി പ്രവർത്തകരും കൈ നീട്ടി ആ പ്രതിജ്ഞ വാചകം ചൊല്ലേണ്ടതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മെയ്ദിനം നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകമെമ്പാടും ആചരിക്കുന്ന തൊഴിലാളികളുടെ ഒരു ഉത്സവ പരിപാടിയാണ്. 1886 ഇവിടെ സൂചിപ്പിച്ചതുപോലെ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ലോക രാജ്യങ്ങളിലെ നേതാക്കൾ ആഹ്വാനം ചെയ്ത സമരം അമേരിക്കയിലെ ചിക്കാഗോ തെരുവീതിയിൽ മാർക്കറ്റിൽ വെച്ചാണ് നടക്കുന്നത്. ആ സമരത്തെ അടിച്ച് അമർത്തുന്നതിന് അമേരിക്കൻ ഭരണാധികാരികളും പട്ടാളവും രംഗത്ത് ഇറങ്ങുകയും നമ്മുടെ ലോക നേതാക്കളെ മുഴുവൻ തല്ലി ചതയ്ക്കുകയും ഇല്ലാതെ തൂക്കിലേറ്റിയ നിരപരാധികൾ ചോദിക്കാനും പറയുവാനും ആളില്ലാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ആ സമരം രാജ്യമെങ്ങും ആളിപ്പടരുകയും നമ്മൾ മുന്നോട്ട് വെച്ച ആശയം നടപ്പിലാക്കുന്നതിന് ലോക രാജ്യങ്ങളിലെ നേതാക്കൾ മുഴുവൻ ഇരുന്നുകൊണ്ട് അത് ഒരു പൊതു നിയമമായി രാജ്യമെങ്ങും മാറിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നത് ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് രാജ്യമെങ്ങും മെയ്ദിനം വളരെ ആഘോഷകരമായി നമ്മൾ കൊണ്ടാടുന്നത്. ഇന്ന് എവിടെ എത്തിച്ചേർന്നവർ അടുത്തുള്ള ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. അതിനേക്കാൾ കൂടുതൽ വിശദമായി ഇനിയും പറയേണ്ടുന്ന കാര്യമില്ല. കാരണം എല്ലാ വകുപ്പും മെയ് 1 ലോകത്തെമ്പാടുമുള്ള തൊഴിലാളി വർഗം അവരുടെ ദിനമായി ആചരിക്കുന്നതാണ്. തൊഴിലാളികൾക്ക് അന്ന് അവധി ദിവസമാണ്. അവരുടെ കടമകൾ അവർക്കറിയാം.
അവരുടെ ആഹ്ലാദം അവർക്കറിയാം. അത് യോജിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ, പൊതുസമ്മേളനങ്ങൾ ലോകത്തെമ്പാടും ഇന്ന് നടക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ആയിരക്കണക്കിനുള്ള ഈ തൊഴിലാളികളുടെ യോഗവും എല്ലാവരും കൂടെ തിരുവനന്തപുരത്ത് നടത്തുന്ന പ്രകടനവുമൊക്കെ അതിൻ്റെ ഭാഗമാണ്. ദീർഘമായി ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല. ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ തൊഴിലാളികൾക്കും INTUC അനുഭാവികൾക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രതിജ്ഞാവാചകം ശ്രീമാൻ ശ്രീരംഗൻ അവർ ചൊല്ലിക്കൊടുക്കുന്നു. അമേരിക്കൻ പട്ടാളത്തിൻ്റെയും നോക്കി നിൽക്കുവാൻ കഴിയില്ല. ഇത് സംരക്ഷിക്കുവാനുള്ള ജീവൻ എന്ന പോരാട്ടം. ആലം വാർത്തയ്ക്ക് വേണ്ടി ആറ്റിങ്ങിൽ നിന്നും ക്യാമറാമാൻ നസീബ് ഖാനോടൊപ്പം പാലാങ്കുളം ജമാൽ.